അപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു. അന്ന് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നടന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ റെസിപ്പി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിന് എനിക്കൊന്ന് മാരിനേഷനുള്ള എടുക്കുന്ന ഒരു സമയം അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ ബ്രോസ്റ്റഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ. അന്ന് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്ന് തലവേദനയായിരുന്നു തോന്നുന്നു, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആ മിസ്സായി പോയ വീഡിയോ നമുക്ക് ഇന്നൊന്നും കൂടെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുന്ന റെസിപ്പി നമുക്ക് നോക്കാം. കമോൺ, നോക്കാം. റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിതാ ഞാൻ നല്ല എല്ലുള്ള ചിക്കനല്ല, എല്ലുള്ള പീസ് അതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചൊരു 5 മിനിറ്റ് വെക്കാം. ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് തുറന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കും. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ നേരം ഇല്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ വെക്കുന്നത് കേട്ടോ, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. മാക്സിമം ഒരു 3-5 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇതിനകത്തോട്ട് ജ്യൂസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു പാത്രം എടുത്തേ, അതിലേക്ക് കുറച്ച് മൈദ, കണക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ കുറച്ച് മൈദാപ്പൊടിയും ഒരു 3-4 ടീസ്പൂൺ, ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ, കോൺഫ്ലോറെ. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊന്ന് ചൂടാകാൻ വെച്ച് കേട്ടോ. ഇനി നമുക്ക് മൈദ മാവിൽ ഈ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഓരോ പീസ് ചിക്കൻ എടുക്കുക, മൈദയിലോട്ട് ഇട്ട് കൊടുക്കുക, നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടും. അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ അതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് ഓരോരോ പീസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി, കാരണം ഫ്ലെയിം കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ചിക്കൻ വേഗത്തുമില്ല. അപ്പം ചെറിയ തീയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇപ്പം നോമ്പായതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പേ ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്തു, സൂപ്പർ ടേസ്റ്റായിരുന്നു. മസ്റ്റ് ട്രൈ ആണ്, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പൊളി ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.